നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 714 714. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 714 ശ്രുതിഗീത ഭാഗം 2. വളരെ വലിയൊരു സർഗമാണത്. 206 സർഗത്തിൽ 60ാമത്തെ ശ്ലോക പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. മായയിൽ പെട്ടുമുങ്ങീടും മങ്ങീടും മർത്യലോകത്തെ ഒക്കെയും ആസ്വദിപ്പിക്കുവാൻ മാത്രം അപാര കരുണാംഭുതി. മായയിൽ മുങ്ങിക്കിടക്കുന്നവരെ സംരക്ഷിക്കാനുള്ള ധൃതിയാണ് ഭഗവാന്. പക്ഷെ ആരാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്? അവരേനെ ഭഗവാൻ ഉയർത്തു. അവിടെയാണ് എന്താണെന്ന് പറയുക, സംഗതിയുടെ ഇൻട്രസിറ്റി അല്ല പറയുക, അതായത് ഇൻട്രിക്കേറ്റ് പൊസിഷൻ, വളരെ സങ്കീർണമായിട്ടുള്ളൊരു പൊസിഷനാണത്. അത് മനസ്സിലാക്കി ശുഭശ്യ ശീഘ്രം ഈശ്വരനെ ആശ്രയിക്കാൻ പഠിക്കണം. അപ്പോൾ ഇനി അടുത്ത ശ്ലോകം പറയണു. അമ്പാർന്നു ചെയ്തൊരാശ്ചര്യലീല മാധുര്യ സിന്ധുവിൽ മുങ്ങിയും പൊങ്ങിയും, അതായത് ചിന്തിച്ചു പാടിയും. ഭഗവാന്റെ വീരരസപ്രധാനങ്ങളായ കഥകൾ, തത്വശാസ്ത്രങ്ങളെ ചിന്തിച്ച് പാടി നടക്കണം. ചിന്തിച്ച് പാടി നടക്കണം. അപ്പോൾ അമ്പാർന്ന് ചെയ്തൊരാശ്ചര്യലീല മാധുര്യ സിന്ധുവിൽ മുങ്ങിയും പൊങ്ങിയും, അതായത് ചിന്തിച്ചു പാടിയും. തനിയെ പുഞ്ചിരി കൊണ്ടും ഏകാന്തത്തിലിടയ്ക്കിടെ ധ്യാനിച്ചും കീർത്തിലേശങ്ങളോർത്തോർത്ത് അത്യന്ത ഭംഗിയിൽ, ഒട്ടും നിരാശയില്ലാതെ കണ്ട്, ദുഃഖഭാരമില്ലാതെ കണ്ട്, ആത്മീയ നിർവൃതി, ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം ഇല്ലേ? അതന്നെ. തനിയെ പുഞ്ചിരി കൊണ്ടും ഏകാന്തത്തിൽ ഇടയ്ക്കിടെ ധ്യാനിച്ചും കീർത്തിലേശങ്ങളോർത്തോർത്ത് അത്യന്ത ഭംഗിയിൽ ഒട്ടൊട്ട് എഴുതിയും കാൺമാൻ കൊതിച്ചും മറ്റും ആവിധം വ്യാസാദി മുനിവര്യന്മാരുടെ കാൽപ്പാടിലൂടവേ. ഭഗവാനെ അറിയാൻ എളുപ്പം എന്താ? വ്യാസർ തിരഞ്ഞെടുത്ത വഴി എന്താ? അത് വ്യാസർ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ വർണ്ണിച്ചിട്ടുണ്ടല്ലോ ഭാഗവതത്തിൽ. അത് ആടിപ്പാടുന്നെ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഒട്ടൊട്ട് എഴുതിയും കാൺമാൻ കൊതിച്ചും മറ്റും ആവിധം വ്യാസാദി മുനിവര്യന്മാരുടെ കാൽപ്പാടിലൂടവേ പലേ പരിശ്രമം ചെയ്യും. പല ആഖ്യാനങ്ങളും വായിച്ച് മനസ്സിൽ ഉറപ്പിക്കുക, പലതും വായിച്ച് ഉറപ്പിക്കുക. അതിൻ്റെ എന്താണെന്ന് പറയുക, ശ്ലോകങ്ങളുടെ അർത്ഥം പറയണ്ട, ആഖ്യാനം പഠിച്ചാൽ മതി, തത്വം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. നമ്മളറിയാതെ കൊണ്ട് അത് ഫോളോ ചെയ്യും. നമ്മൾക്ക് ഭഗവാൻ ഓർമ്മിപ്പിക്കും, താനത് വായിച്ചിട്ടില്ലേ, അപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ട് ചെയ്യാൻ പാടുമോ? ഇതിപ്പോൾ കാണാൻ പാടും വായിച്ചിട്ട് എന്താ കാര്യം? ഇനി കാണാൻ പാടം അറിയാം ഭാഗവതം 14,000 ചില്ലം ശ്ലോകം, ഒരു കാര്യമില്ല. കാരണം അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് അവരവരുടെ വെർണാക്കുലർ ലാംഗ്വേജിലുള്ള അതിഗംഭീരങ്ങളായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അപ്പോൾ പലേ പരിശ്രമം ചെയ്യും പരമാനന്ദശാലികൾ മോക്ഷം പോലും അകക്കാമ്പിൽ ആശിക്കുന്നില്ല തീർച്ചയാം. കാരണം ഭക്തി ഉണ്ടായാൽ മതി. സംശുദ്ധ ഭക്തി ഉണ്ടെങ്കിൽ
ഏത് ചെറ്റക്കുടിലിൽ പോയി ജനിച്ചാലും അവിടെ ഐശ്വര്യം ഉണ്ടാവും. കാരണം എന്താ? കയ്യിലാരാ? ഭഗവാനാ. ഭഗവാന്റെ ഹൃദയപത്മത്തിലാണ് ലക്ഷ്മി ഇരിക്കുന്നത്. ആര് ഭഗവാനെ ഉപാസിക്കണോ അവരെ ലക്ഷ്മി ഉപാസിക്കും. പക്ഷേ നമ്മൾ ലക്ഷ്മീനെ ഉപാസിക്കണ്ട, അത് മായായിട്ട് മാറും. അതുകൊണ്ട് അത്രയല്ല അവർ നിൻ പാദപദോരുഹമധുദ്രവം, നിൻ പാദപദോരുഹമധുദ്രവം. ഭഗവാനെ, അങ്ങയുടെ തിരുവാദ പത്മത്തിലുള്ള മാധുര്യം ഉണ്ണുന്ന കറുത്ത വണ്ടുകൾ പോലെ. അതാണ് അത്രയല്ല അവർ നിൻ പാദപദോരുഹമധുദ്രവം നുകർന്ന് ഉൾപ്പൂവിൽ ആഹ്ലാദം കവിഞ്ഞൊഴുകും മാവിധം. നിറഞ്ഞു തുളുമ്പുന്ന പാത്രം നിറഞ്ഞ മനസ്സ് നിറഞ്ഞാൽ എന്താ ചെയ്യുക? അത് തുളുമ്പാതെകൊണ്ടിരിക്കില്ല. കളഹംസങ്ങൾ തൻ കൂടെ നടപ്പാൻ കൗതുകത്തിനാൽ. കളഹംസങ്ങൾ അരയന്നങ്ങളുടെ ഒപ്പം നടക്കാൻ, അരയന്നങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ നടക്കാനൊക്കെ താല്പര്യം തോന്നും. കളഹംസങ്ങൾ തൻ കൂടെ നടപ്പാൻ കൗതുകത്തിനാൽ വെടിഞ്ഞിടുന്നു പണ്ടത്തെ കാക്ക തീർത്ഥങ്ങളൊക്കെയും. വെടിഞ്ഞിടുന്നു പണ്ടത്തെ കാക്ക തീർത്ഥങ്ങളൊക്കെയും. കാക്ക കുളിച്ച അഴുക്ക് മാലിന്യങ്ങളുള്ള എന്താ പറയുക പൊയ്കകളൊക്കെ അരയന്നങ്ങൾ വന്ന് ശുചിയാക്കും. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഈ വിധം ഭഗവത്പാദഭജനം കൊണ്ടു മാത്രമാം ജന്മസാഫല്യം എന്നോർക്കാതെ എത്രയെത്ര ജനങ്ങളാം ഇങ്ങനെ ഈ ഒരു വഴി അറിയാതെ കണ്ട്. ഈ വിധം ഭഗവത്പാദഭജനം കൊണ്ടു മാത്രമാം ജന്മസാഫല്യം എന്നോർക്കാതെ എത്ര ജനങ്ങളാം കേവലം വിഷയാവിഷ്ടചിത്തരായി തന്നെ മന്നിതിൽ. വെറും അതായത് കേവലം വിഷയാവിഷ്ടചിത്തരായി തന്നെ മന്നിതിൽ അവിടുന്ന് അലിവാർന്നേകും വാക്കിൻ മാധുര്യമൊക്കെയും. വിഡ്ഢിശിരോമണികളാണ് കള്ളു കുടിച്ച് സ്ത്രീ സേവ ചെയ്തു പോണത് എന്നർത്ഥം. അല്ലെങ്കിൽ എന്താ പറയുക, മനസ്സിനെ മരവിപ്പിക്കുന്ന കെമിക്കൽ എന്താ പറയുക, കെമിക്കലായിട്ടുള്ള ഇഞ്ചക്ഷനോ എന്തൊക്കെ ഉണ്ട്, കഞ്ചാവ് പോലെയുള്ളത് അല്ലേ, അതൊക്കെ വലിച്ചിട്ട് വെറും മരപ്പാവ പോലെ ആയിട്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും നമ്മുടെ സഹോദരി സഹോദരന്മാർ അല്ലെങ്കിൽ മക്കൾ ആയിത്തീർന്നാൽ എന്ത് ചെയ്യും പറയൂ? അതിനാണ് അവർക്ക് കാശും പണം ഉണ്ടോ നോക്കിയിട്ട് കാര്യമില്ല. ഈശ്വരവചനത്തിന് കാശും പണം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഈശ്വരവചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡെലിഗേറ്റ് സബ്ജക്റ്റാണ്. അതിൽ രസം തോന്നിയാൽ പിന്നെ വേറൊരാൾ വഴി തെറ്റില്ല, പേടിയുണ്ടാവും, ഭയക്കും. മാനാപമാനങ്ങളെ ഭയക്കും ആൾക്കാർ. അതുകൊണ്ടാണ് പറഞ്ഞത് കേവലം വിഷയാവിഷ്ടചിത്തരായി തന്നെ മന്നിതിൽ അവിടുന്ന് അലിവാർന്നേകും വാക്കിൻ മാധുര്യമൊക്കെയും. വെറും വിത്തകളത്രാതി ചിന്തതൻ കറയേറ്റിയും ബ്ലാക്ക് മോൾ, ശരീരത്തിൽ ബ്ലാക്ക് മോൾ ആവാം. അത് ഐഡൻറ്റിഫിക്കേഷനിൽ 10th സ്റ്റാൻഡേർഡിൽ പറയും. പക്ഷേ മനസ്സിൽ ബ്ലാക്ക് മോൾ വന്ന ബുദ്ധിമുട്ടായി. ഇപ്പം മനസ്സിലാണ് ജാസ്തി ബ്ലാക്ക് മോൾസ്. അത് പാടില്ല. നിർമ്മലാവസ്ഥയായിരിക്കണം. തുറന്ന് ചിന്തിക്കുക, തുറന്ന് അഭിപ്രായങ്ങൾ പറയുക. ശരിയോ തെറ്റോ തിരുത്തുക, തെറ്റാണെങ്കിൽ തിരുത്തുക. അപ്പോൾ വെറും വിത്തകളത്രാതി ചിന്തതൻ കറേറ്റിയും ആരോഗ്യം അല്പകാര്യത്തിൽ അങ്ങിങ്ങു ചിലവാക്കിയും. വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പറയാണ്ട പറഞ്ഞു, ഇൻഡയറക്റ്റായിട്ട് ടോർപ്പിഡ് വെച്ചു. ആരോഗ്യം അല്പകാര്യത്തിൽ അങ്ങിങ്ങു ചിലവാക്കിയും. ശരീരം നശിപ്പിക്കുക എന്നർത്ഥം. ശരീരം നശിപ്പിക്കരുത്. എന്നിട്ടോ വെരി ട്രൂന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ആത്മാവിനെ നശിപ്പിച്ചും കൊണ്ടുവാഴുവത് സൗഖ്യമായി അവരോട് ഞങ്ങൾ നിൻ പാദപത്മം വന്ന് ആശ്രയിക്കുവാൻ. അങ്ങനെയുള്ളവരോട് ഞാൻ പറയണു, ഇതിൻ്റെ ബേസിൽ വരൂ, ഭാഗവതം പഠിക്കൂ,
നിങ്ങൾക്ക് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ആവശ്യമില്ല. ഭാഗവതം നന്നായി വായിച്ച് അർത്ഥസഹിതം മനസ്സിലാക്കിയാൽ ആ വ്യക്തിക്ക് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യാം. എങ്ങനെ? സൈക്യാട്രിസ്റ്റ്. എന്താ നിങ്ങളുടെ പ്രശ്നം? എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലിയാണ്. നാരായണം ഭജേ, നാരായണം ഭജേ. നാരായണനെ ഭജിക്കാൻ തുടങ്ങിയാൽ പിന്നെ നാരായണൻ നാടൻ വൈദ്യന്മാർ കേശാദിപാദം പാദാദികേശം എല്ലാം നോക്കി നമ്മളെ രക്ഷപ്പെടുത്തും. അലോപ്പതിയിൽ ഓരോ ഭാഗങ്ങൾക്ക് ഓരോ ഡോക്ടറാണ്. ഒരു ഭാഗത്തിന് ചെയ്യണ മരുന്ന് വേറൊരു ഭാഗത്തിന് ഫലിക്കില്ല. അത് മോശമാണ്. ഇനി മനസ്സിലായോ? അപ്പോൾ ആത്മാവിനെ നശിപ്പിച്ചും കൊണ്ട് വാഴുവത് സഖ്യമായി അവരോട് ഞങ്ങൾ നിൻ പാദപത്മം വന്നാശ്രയിക്കുവാൻ എന്നും നിലവിളിച്ചും കൊണ്ട് ഉദ്ഘോഷിച്ചുര ചെയ്യുകയാം. ഇപ്പം ഞാൻ 4.5 കൊല്ലായി നാരായണ ജപ മഹാത്മ്യം മുതൽക്കങ്ങൾ തുടങ്ങിയിട്ട്. എന്നും നിലവിളിച്ചും 1/2 മണിക്കൂർ ഭാഗവതത്തിനും 1/2 മണിക്കൂർ ശ്രീകൃഷ്ണ കഥാമൃതത്തിനും വിളിച്ച് പറയാണ്. എന്താ? വരൂ സഹൃദയരെ, ഈ വസുദേവൻ്റെ അമൃത പാനം ചെയ്യൂ. എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലി പരിഹാരമാണ്. മനസ്സിലായില്ല? അത് സദാസേവ്യ. ഓരോ ശ്വാസനിശ്വാസത്തിലും നിങ്ങൾ ഇത് സേവിക്കണം. നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നും നിലവിളിച്ചും കൊണ്ട് ഉദ്ഘോഷിച്ചുര ചെയ്യുകയാം പേർ കേട്ട മഹിതാത്മാക്കൾ വിശ്വമംഗളമാം വിധം. വിശ്വത്തിലുള്ളവർക്ക് മംഗളം വരട്ടെ എന്നാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവണില്ല. ലോകത്തിലെല്ലാവരും ഇത് പറയണം. അല്ലാണ്ട് സനാതനധർമ്മിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഭാരതവാസികൾ മാത്രം പറഞ്ഞാൽ പോരാ. കാരണം ഇത് അനാദികാലം മുതൽക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ശേഷം വന്നിട്ടുള്ള പ്രത്യേക മതങ്ങളുടെ ഫോളോവേഴ്സും ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാണ്ട് ഹിന്ദുക്കൾ മാത്രം അല്ലെങ്കിൽ ഭാരതത്തിലുള്ളവർ മാത്രം ഇത് മനസ്സിലാക്കുക, മറ്റുള്ളവർ നമ്മുടെ തലയിൽ ഇരുന്ന് നിരങ്ങുക, അത് പറ്റില്ല. ഇത് അണ്ടർ ദി സൺ എല്ലാവരും ഈക്വലാണ്. അപ്പോൾ പിന്നെ പുതിയൊരു പ്രസ്ഥാനം എന്തിനാ? അതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ് പ്രവാചകന്മാരുടെ കുഴപ്പമില്ല. പ്രവാചകന്മാർ പറഞ്ഞത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം മുഴുവൻ. അപ്പോൾ എന്നും നിലവിളിച്ചും കൊണ്ട് ഉദ്ഘോഷിച്ചൊരു ചെയ്യുകയാം പേർ കേട്ട മഹിതാത്മാക്കൾ വിശ്വമംഗളമാം വിധം ഉപയോഗിച്ച ജന്മത്തിൻ മഹത്വം ഒരു ലേശവും ഓർക്കാതെ പലതും കണ്ടും കേട്ടും ഉണ്ടും ഉറങ്ങിയും. അതായത് ഋഷീശ്വരന്മാർ പറഞ്ഞ തത്വവചനങ്ങളെ ഉൾക്കൊള്ളാതെ കണ്ട്, ഋഷീശ്വരന്മാർ പറഞ്ഞ തത്വശാസ്ത്രങ്ങളെ ഉൾക്കൊള്ളാതെ കണ്ട് വിശ്വമംഗളമാം വിധം ഉപയോഗിച്ച ജന്മത്തിൻ മഹത്വം ഒരു ലേശവും ഓർക്കാതെ പലതും കണ്ടും കേട്ടും ഉണ്ടും ഉറങ്ങിയും. ആർക്ക് വേണമെങ്കിലും ആവാം. പണ്ഡിതനും പാമരനും ഈ 4 എണ്ണത്തിൽ യാതൊരു വ്യത്യാസമില്ല. എന്താ? കാണുക, കേൾക്കുക, ഊണ് കഴിക്കുക, ഉറങ്ങുക. അല്ലേ? ജീവനുള്ളവർക്കൊക്കെ വേണം. പക്ഷെ നമ്മൾ ജീവിച്ചാൽ പോരാ, ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതം ജീവിക്കണം. എന്നിട്ട് വ്യർത്ഥമായി തന്നെ പോക്കുന്നു നീ ഏകിയ മഹാനിധി. ഭഗവാനെ, അങ്ങ് തന്നിട്ടുള്ള ഈ ഭാഗവത സുധ വ്യർത്ഥമായി കളയണം. 3 നേരം ഊണ് കഴിച്ച് പരിപാടികളൊക്കെ അവതരിപ്പിച്ച് പുറമെ ഇങ്ങനെ തലോടി പോവുക. ഭാഗവതത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കണം. വ്യർത്ഥമായി തന്നെ പോക്കുന്നു നീ ഏകിയ മഹാനിധി വിശാലമായ പാർത്തട്ടിൽ ഈ ഞാൻ ജീവപ്പതന്തിനാം. ശ്രുതിഗീത ഒരു ബ്രാഹ്മണൻ്റെ ആലാപനങ്ങളാണ്. എന്താണ്? ഒരു ബ്രാഹ്മണൻ പറയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും മനുഷ്യന്മാരെ എന്താ വഴിതെറ്റി നടക്കണത് എന്ന്. എന്നോർക്കുന്നില്ല ഇവൻ ചെറ്റും ഞങ്ങൾ ചെയ്യേണ്ടതെന്തിനി. നല്ല കാര്യങ്ങൾ ഓർക്കുന്നില്ല, ചെറിയ കാര്യങ്ങളാണ് ചെയ്യണത്. സ്വയം നശിക്കണം.
വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാം. എന്നോർക്കുന്നില്ല ഇവൻ തെറ്റും ഞങ്ങൾ ചെയ്യേണ്ടതെന്തിനി. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവൽ ഭജനം ചെയ്യുവാൻ തക്ക മർത്യകളെ പരം. ഭഗവൽ ഭജനം ചെയ്യാൻ ഉപകരിക്കേണ്ടതായ ഈ ശരീരത്തെ ദുർബല മനസ്ഥിതിയുള്ളവർ വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ആത്മാവും ബന്ധുവും ചങ്ങാതിയുമായി തന്നെ നിൽക്കലും സർവരക്ഷകനും സർവേശ്വരനും സർവബന്ധുവും സർവോപയാസനുമായി മിന്നും അവിടുന്ന് അമ്പോടാവതും ആനുകൂല്യങ്ങൾ എന്നെന്നും അച്ഛനെ പോലെ ചെയ്യലും. ഇതിൻ്റെയൊക്കെ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അൾട്ടിമേറ്റ് റേഞ്ചാണ്. ആത്മാവും ബന്ധുവും ചങ്ങാതിയുമായി തന്നെ നിൽക്കലും സർവരക്ഷകനും. ആരാ സർവരക്ഷകൻ? ബ്രഹ്മചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. സർവേശ്വരനും സർവബന്ധുവും സർവോപാസ്യനുമായി മിന്നും അവിടുന്ന് അമ്പോടാവതും ആനുകൂല്യങ്ങൾ എന്നെന്നും അച്ഛനെ പോലെ ചെയ്യലും. നമ്മൾ ബാലാവസ്ഥയിലുള്ളപ്പോഴും മലന്ന് കിടക്കുമ്പോഴും കമിഴാൻ തുടങ്ങിയാലും ഇരുന്നിരുന്നിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങിയാലും പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയാലും ഓടാൻ തുടങ്ങിയാലും സ്കൂളിൽ പോണ്ടാന്ന് പറഞ്ഞ് കരയുമ്പോഴും അല്ലേ, അച്ഛൻ്റെ ഇൻ്റർഫിയറൻസ്, അച്ഛൻ്റെ മേൽനോട്ടത്തിന് വല്ല വ്യത്യാസമുണ്ടോ? നമ്മൾ സമ്പാദിച്ചാൽ എന്താ, സമ്പാദിച്ചില്ലെങ്കിൽ എന്താ? നിങ്ങൾ എവിടെയാണെങ്കിലും സൗഖ്യമായിട്ടിരിക്കണം മക്കളെ എന്നല്ലേ അച്ഛനമ്മമാർ പറഞ്ഞത്. ആ അച്ഛനമ്മമാരെ നമ്മൾ കൈവിട്ട് വൃദ്ധാലയങ്ങളിൽ കൊണ്ടാക്കുന്നത് ശരിയാണോ? അതിനർത്ഥം ഭഗവാനെ ജയിലിൽ അടച്ചതാ. ഭഗവാനെ, ഈശ്വരനെ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ, അങ്ങനെ ദേവനായിട്ടും ദേവിയായിട്ടും കാണേണ്ട അച്ഛനമ്മമാരെ തടവറയിലാക്കരുത്. അതാണ് ആനുകൂല്യങ്ങളെന്നെന്നും അച്ഛനെ പോലെ ചെയ്യലും വിശ്വകല്യാണമല്ലാതെ കാക്ഷിക്കില്ല എന്നും. എന്താ സംശുദ്ധ ഭക്തി ഉള്ള ഒരാൾ എന്താ ചെയ്യുക? ലോകര് നന്നാവണം. ലോകാസമസ്ത സുഖിനോ ബന്ധു. അപ്പോൾ കാക്ഷിക്കില്ലെന്നും ഏതിലും സത്യമല്ലാതൊരാളോടും മുര ചെയ്യില്ലൊരിക്കലും. സത്യം മാത്രമേ പറയാൻ പാടൂ, സത്യം ചെയ്യാവൂ. അതായത് സത്യമായ കാര്യങ്ങൾ ചെയ്യാവൂ. സത്യം വധ, സത്യം ചര. അപ്പോൾ സത്യം നമ്മളെ സംരക്ഷിക്കും. വിശ്വകല്യാണമല്ലാതെ കാക്ഷിക്കില്ലെന്നും ഏതിലും സത്യമല്ലാതൊരാളോടും മുര ചെയ്യില്ലൊരിക്കലും. സർവേശ്വരനെയല്ലാതെ കാണുകില്ല എങ്ങും ഒന്നിലും. ഏത് പാർട്ടീനെ കണ്ടാലും അത് ഈശ്വര ചൈതന്യമുള്ളവരാന്ന് മനസ്സിലാക്കിയാൽ മതി, എന്നാൽ പ്രശ്നമില്ല. സർവേശ്വരനെയല്ലാതെ കാണുകില്ലെങ്ങും ഒന്നിലും ആവിധം ലോക സംഭൂജ തൃപ്പാദങ്ങൾ മഹർഷികൾ. ആവിധം ലോക സംഭൂജ തൃപ്പാദങ്ങൾ മഹർഷികൾ കാരുണ്യത്തള്ളലാൽ മാത്രം എങ്ങെങ്ങും അരുളിയിടിലും. ഋഷീശ്വരന്മാർ എല്ലാ സ്ഥലത്തും സത്സംഗത്തിൽ എന്താ പറഞ്ഞത്? ഭജഗോവിന്ദം 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 ഭജഗോവിന്ദം. ഗോവിന്ദനെ ഭജിക്കുന്നാണ് പറഞ്ഞത്. കാരുണ്യത്തള്ളാൽ മാത്രം എങ്ങെങ്ങും മരുളയിടലും തിരിഞ്ഞു നോക്കിയിടുന്നില്ല തെല്ലും. ഈ മതികെട്ടവൻ മനസ്സില്ലാത്തവൻ അർത്ഥം, ദുർനടപ്പുകാരൻ അർത്ഥം, മതികെട്ടവൻ. അപ്പോൾ കാരുണ്യത്തള്ളലാൽ മാത്രം എങ്ങെങ്ങും മരുളയിടലും തിരിഞ്ഞു നോക്കിയിടുന്നില്ല തെല്ലും ഈ മതികെട്ടവൻ. ആർഷഭൂമിയിൽ ഈ വണ്ണം, ആർഷഭൂമിയിൽ, ഭാരതത്തിലെ ആർഷഭൂമിയിൽ ഈ വണ്ണം നിന്നെ സേവിച്ചിടാതവൻ. നോക്കൂ, ടു ബി വെരി ഫ്രാങ്ക്, സനാതനധർമ്മത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തവർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ശരി, ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും ശരി, അത് അടുത്ത കാലത്തുണ്ടായതാണ്. ഇത് സനാതന. അപ്പോൾ ഇതിനെ ചിന്ന ഭിന്നമാക്കാനോ ഇതിനെ ടോർപ്പിഡോ ചെയ്യാനോ ഒരു ശക്തിക്കും സാധിക്കില്ല. അതാണ് സത്യം. അപ്പോൾ ആർഷഭൂമിയിൽ ഈ വണ്ണം നിന്നെ സേവിച്ചിടാതവൻ പുണ്യഗ്രന്ഥങ്ങളും മുമ്പിൽ വെച്ചുറങ്ങുകയല്ലയോ.
ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും ശരി, സപ്താഹം മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് വിളക്ക് വെക്കണോടത്ത് വെച്ചിട്ട് കാര്യമില്ല. അതിലെ തത്വശാസ്ത്രങ്ങൾ അപഗ്രന്ഥിച്ച് അതിനെ ഫോളോ ചെയ്യണം. ആർഷഭൂമിയിൽ ഈ വണ്ണം നിന്നെ സേവിച്ചിടാതവൻ പുണ്യഗ്രന്ഥങ്ങളും മുമ്പിൽ വെച്ചുറങ്ങുകയല്ലയോ. ആരും ഉണരണില്ല, മനസ്സിലായോ? എന്നിട്ടോ ഇതിഹാസ പുരാണങ്ങൾ വഴിക്കും പല ഭാഷയിൽ മധുമാധുര്യമുൾത്തെങ്ങും സാഹിത്യച്ചേലിണക്കിയും. ഇത് പിന്നെ ഭട്ടതിരിയുടെയാണ്, അതായത് താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിയുടെയാണത്. ഇതിഹാസ പുരാണങ്ങൾ വഴിക്കും പല ഭാഷയിൽ മധുമാധുര്യമുൾത്തെങ്ങും സാഹിത്യച്ചേല ഇണക്കിയും ദിവ്യപ്രേമാമൃതം. ഈ ഭാഗവത് എന്താ? ദിവ്യപ്രേമാമൃതം പൊൻകിണ്ണങ്ങളിൽ പാർന്നു മെല്ലവേ മർത്യാത്മാവിൻ്റെ വായ് മുമ്പിൽ ഞങ്ങൾ കൊണ്ടേ പിടിക്കലും. ഗ്രേറ്റ് എന്ന് എഴുതിയുള്ളൂ. ദിവ്യപ്രേമാമൃതം പൊൻകിണ്ണങ്ങളിൽ പാർന്ന് മെല്ലവേ മർത്യാത്മാവിൻ്റെ വായ് മുമ്പിൽ ഞങ്ങൾ കൊണ്ടേ പിടിക്കലും. അവർ തുപ്പിക്കളയാണ് ചെയ്യണത്. അവർ കുടിക്കണില്ല, എന്താ ചെയ്യുക? അവർക്ക് ചീത്ത പാത്രങ്ങളിലുള്ള മധു, കള്ളാണ് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ചാരായാണ് വരേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും? വളരെ വിഷമമുണ്ടത്. അപ്പം തട്ടിത്തെറിപ്പിക്കുകയാം മായാമോഹിതനാം അവൻ എന്ത് ചെയ്യണു? തട്ടിത്തെറിപ്പിക്കണു. കാരണം എന്താ? അവനത് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല. അവൻ നരകിക്കാൻ വേണ്ടി പറഞ്ഞവനാണ് അവൻ്റെ വിചാരം. അപ്പോൾ തട്ടിത്തെറിപ്പിക്കുകയാം മായാമോഹിതനാം ഇവൻ വേണ്ടാത്തൊരായിരം പ്രാരബ്ധങ്ങളും ബേസിയങ്ങിനെ. എൻ്റെ മകൻ, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. എൻ്റെ കാമുകൾ എന്ന് പറഞ്ഞ മോശം. ഭാര്യ ഉണ്ടായിട്ട് കാമുകൾ ഉണ്ടാവാൻ പാടില്ല. വേണ്ടാത്തൊരായിരം പ്രാരബ്ധങ്ങളും ബേസിയങ്ങിനി അങ്ങിങ്ങു തെണ്ടിയോടിക്കൊണ്ടലഞ്ഞിടുകയാം പ്രഭോ. ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടോ? അലഞ്ഞു തിരിയാണ്. ദുർപ്രേതങ്ങളെ പോലെ, ദുന്തുകാരീനെ പോലെ അലയാണ്. എല്ലാം ഉണ്ടായിട്ടും കാറുണ്ട്, കോപ്പുണ്ട്, AC ഉണ്ട്, മൗസുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, തേങ്ങാക്കോലുണ്ട്, ആനമുട്ടയുണ്ട്. അത് പറയാണ്ടിരിക്കാൻ പറ്റുമോ? ടു ബി വെരി ഫ്രാങ്ക്, അങ്ങിങ്ങ് തെണ്ടിയോടിക്കൊണ്ടലിഞ്ഞിടുകയാം പ്രഭു. ഇതിനു മുമ്പിൽ മുമ്പിവൻ ചെന്നിട്ടേതെല്ലാം ഇടങ്ങളിൽ. എന്തെല്ലാം ഗോഷ്ഠിയാണ് ആൾക്കാർ ചെയ്യണത്. ഇതിനു മുമ്പിൽ ഇവൻ ചെന്നിട്ടേതെല്ലാം ഇടങ്ങളിൽ, ഏതെല്ലാം പേരിൽ, ഏതെല്ലാം കാര്യമാം വ്യർത്ഥം എൻ്റേതായി വിചാരിച്ചേ കഴിഞ്ഞതു തുലേശവും. ഞാൻ പഠിച്ച സ്കൂള്, ഞാൻ പഠിച്ച 10ാം ക്ലാസ് മേറ്റ്സിൻ്റെ ഇവൻ്റ്, ഗാദറിങ്, ഗെറ്റ് ടുഗദർ. അപ്പോൾ വൃദ്ധാശ്രമത്തിലുള്ള അച്ഛനും അമ്മയൊന്നും പോയി കാണാനുള്ള സമയമില്ല. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരണു. അലുമിനി, വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. അതും വേണം, ഇതും വേണം. ഇത് നോൺസെൻസ് ആവണത് എന്തുകൊണ്ടാണ്? സെൻസായിട്ടുള്ളത് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഇത് നോൺസെൻസ് ആവും. എല്ലാം സെൻസിബിലിറ്റിയിലാണെങ്കിലോ എബിലിറ്റി കൂടും നമ്മൾക്ക്. ഇപ്പോൾ എബിലിറ്റി കമ്മിയാവണം. എന്താ? അതാണ് പ്രശ്നം. ഏതെല്ലാം പേരിൽ, ഏതെല്ലാം കാര്യമാം വ്യർത്ഥം എൻ്റേതായി വിചാരിച്ചേ കഴിഞ്ഞതു ലേശവും. ബുദ്ധീന്ദ്രിയങ്ങളുണ്ടായാൽ പോലും ആളല്ല അതോർക്കുവാൻ. ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, കായിക ക്ഷമതയൊക്കെ ഉണ്ട്, നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ നല്ലത് ആലോചിക്കാൻ സമയമില്ല. അഡിക്ഷൻ. ബുദ്ധീന്ദ്രിയങ്ങളുണ്ടായാൽ പോലും ആളല്ലതോർക്കുവാൻ. അസൽ ഗ്രന്ഥങ്ങളും മറ്റും നിമിത്തം ഇവനത്രയും. അസൽ ഗ്രന്ഥങ്ങൾ, നല്ല ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷെ ഒന്ന് മലർത്തി നോക്കില്ല. അസൽ ഗ്രന്ഥങ്ങളും മറ്റും നിമിത്തം ഇവൻ അത്രയും അധപ്പതിച്ചു പോകുന്നു. രാമായണം 365 ദിവസം വായിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിപ്പോൾ ചുരുക്കി 32 ആക്കി. ചില അമ്പലങ്ങളിൽ ആളെ കിട്ടാല്ലേ ഇത് വായിക്കാൻ. അപ്പോൾ 12 ദിവസമാക്കി. കാരണം എന്താ?
മലയാളം കൂട്ടി വായിക്കാൻ അറിയില്ല. ഇന്നൊരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ കാസറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, കാസറ്റല്ല, പെൻഡ്രൈവ് മാത്രമേ ഉണ്ടാവുള്ളൂ രാമായണത്തിൻ്റെ. മലയാളം കൂട്ടി വായിക്കാൻ അറിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? അതപ്പതിച്ചു പോകുന്നു അസൽ ഗ്രന്ഥങ്ങളും മറ്റും നിമിത്തം ഇവനത്രയും അതപ്പതിച്ചു പോകുന്നു. കരുണാനിധി ഓർക്കണം. അങ്ങ് ഇത് ഓർത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. നിൻ തൃപ്പദാംബുജ ധ്യാന സൗഭാഗ്യം ഇവനെങ്ങിനെ. അങ്ങയെ ധ്യാനിപ്പാനുള്ള വിദ്യ ഇയാൾക്ക് എങ്ങനെ ഉണ്ടാവുക? ഗ്രന്ഥങ്ങൾ മലർത്തി നോക്കിയിട്ടില്ലെങ്കിൽ. അതപ്പതിച്ചു പോകുന്നു കരുണാനിധി ഓർക്കണം. നിൻ തൃപ്പദാംബുജ ധ്യാന സൗഭാഗ്യം ഇവനെങ്ങിനെ. അണയേണ്ടത് അകക്കാമ്പിൽ അതിദുർലഭമാകയാൽ. അണയേണ്ടത് അകക്കാമ്പിൽ അതിദുർലഭമാകയാൽ പാപവാസനയം മട്ടിൽ നീങ്ങിയിടും പാപം ഈ വിധം. വിവരമില്ലാത്തവനാണോ? മന്നിക്കണം, അതായത് മാപ്പാക്കണം. അണയേണ്ടതകക്കാമ്പിൽ അതിദുർലഭമാകയാൽ പാപവാസനയം മട്ടിൽ നീങ്ങിയിടും പാപം ഈ വിധം. സംസാരത്തിൽ തന്നെ വീണ്ടും വീണ്ടും വീഴുകയല്ലയോ. അതെ, പുനരഭി ജനനം പുനരഭി മരണം, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അണയേണ്ടതകക്കാമ്പിൽ അതിദുർലഭമാകയാൽ പാപവാസനയം മട്ടിൽ നീങ്ങിടും പാപം ഈ വിധം. സംസാരത്തിൽ തന്നെ വീണ്ടും വീണ്ടും വീഴുകയില്ലയോ. അതുകൊണ്ടാണ് ഉണർത്തിപ്പത് ഞങ്ങൾ മായയെ വെല്ലുവാൻ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ വാക്കുകൾ കടമെടുത്ത് പറയണു. മായയെ ജയിക്കൂ, മായയെ ജയിക്കൂ, മായയെ ജയിക്കൂ. മായയിൽ മാഴുകരുത്, മായയിൽ മുങ്ങരുത്. ഏതേതു വിധമായാലും നിന്നിൽ വന്നൊന്നു മുട്ടുകിൽ. വളഞ്ഞ വഴിക്കാണെങ്കിലും ശരി, നേരായ വഴിക്കാണെങ്കിലും ശരി, അങ്ങയുടെ വാതിലിൽ ഒന്ന് വന്ന് മുട്ടിയാൽ കാര്യം കഴിഞ്ഞു, രക്ഷപ്പെടാം. അത് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏതേതു വിധമായാലും നിന്നിൽ വന്നൊന്നു മുട്ടകിൽ ജയിച്ചു മനുജൻ പിന്നീടവൻ മിന്നും ജഗത്തിൽ. ഈ ജഗത്തിൽ അവൻ ഷൈൻ ചെയ്യാണ്ടിരിക്കില്ല, അവൻ നേരെ വൈകുണ്ഠത്തിലേക്ക് എത്തും. പിന്നെ ഏതേതു വിധമായാലും നിന്നിൽ വന്നൊന്നു മുട്ടകിൽ ജയിച്ചു മനുജൻ പിന്നീടവൻ മിന്നും ജഗത്തിതിൽ. മുക്തിയേക്കാളും അത്യന്തമധുരം ഭക്തി തന്നെയാം. മുക്തിയേക്കാളും മധുരം ഭക്തി തന്നെയാം. അതിന് തെളിവോർ തേടിൽ ഞങ്ങൾ തന്നെ മഹാപ്രഭു. അതിനുള്ള തെളിവെന്താ? ഹൂ ഈസ് ദി വിറ്റ്നസ് ഫോർ ഇറ്റ്? ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് വായിച്ച് പഠിച്ച് സന്തോഷിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇത് വായിച്ച് തൃപ്തിയായ രീതിയിൽ ജീവിത സന്ധാരണം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്ത് വേണം? അതിനു തെളിവോർ തേടിൽ ഞങ്ങൾ തന്നെ മഹാപ്രഭോ. കൃഷ്ണാവതാര കാലത്തതത്രയും സ്പഷ്ടമല്ലയോ. കൃഷ്ണാവതാര സമയത്ത് ഈ പറഞ്ഞത് എത്രയോ ശരിയല്ലേ? ശത്രുക്കളാം ദൈത്യർ പോലും ഗോവിന്ദ സ്മരണത്തിനാൽ ഗോവിന്ദനെ നനച്ച് ഉറങ്ങിപ്പോയിന്നാ. അതുകൊണ്ട് കംസന്റെ കാരാഗൃഹത്തിൽ നിന്ന് ഗോകുലത്തേക്കുള്ള യാത്ര സുഗമമായി. കൃഷ്ണൻ ജനിക്കുമ്പോൾ ആരാ ആദ്യം ഓടിപ്പോയിട്ട് കംസനോട് പറയേണ്ടത്? ആർക്കാ പട്ടും മുളയും കിട്ടുക? വായിച്ച എല്ലാവരും ഉറങ്ങിപ്പോയി. അത് മായയിൽ മുങ്ങിയെന്നർത്ഥം. കൃഷ്ണാവതാരകാലത്തതെത്രയും സ്പഷ്ടമല്ലയോ. ശത്രുക്കളാം ദൈത്യർ പോലും ഗോവിന്ദ സ്മരണത്തിനാൽ ഉടൻ നേടിയ കൈവല്യം മുനിവര്യൻ പലേവരും. ശമാധി പരിശീലിച്ചിടുകൊണ്ടിന്നും കാത്തു വാഴുകയാം. ശമാധി, ക്ഷമ, അഹങ്കാരമില്ലായ്മ. ശമാധി, ശമം, യമം, ഓക്കെ ഇല്ലേ? ശമാധി പരിശീലിച്ചുകൊണ്ടിന്നും കാത്തു വാഴുകയാം. സ്മരിപ്പോരെ വരും നാഥൻ ഒരേ മാതിരിയെങ്കിലും. വളരെ ശ്രദ്ധിക്കണം. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമല്ലാണ്ട് സ്ത്രീ പുരുഷ എല്ലാവരും ഭഗവാനെ സ്മരിക്കുകയാണെങ്കിലും സ്മരിപ്പോരെ വരും നാഥൻ ഒരേ മാതിരിയെങ്കിലും. സ്നേഹിക്കുന്ന മഹാത്മാക്കളെത്രയോ ധന്യധന്യരാം. ഭഗവാനെ ഭയപ്പെട്ടിട്ട് ഭജിക്കരുത്, ഭഗവാനെ സ്നേഹിച്ച് ഭജിക്കണം. സ്നേഹിച്ച് ഭജിക്കുന്നവരോട് ഭഗവാന് പ്രേമം കൂടും.
ഭഗവാനെ ഭയപ്പെട്ട് ഭജിക്കുന്നവരോട് സ്വസ്വം. ഇതാണ് അതിൻ്റെ വ്യത്യാസം. മനസ്സിലായില്ലേ? സ്മരിപ്പോരേ വരും നാഥൻ ഒരേ മാതിരിയെങ്കിലും സ്നേഹിക്കുന്ന മഹാത്മാക്കൾ എത്രയോ ധന്യധന്യരാം. നിൻ തൃപ്പാദാംബുജ പ്രേമ മാധുര്യം അത് വേറെയാം. നിൻ തൃപ്പദാംബുജ പ്രേമ മാധുര്യം അത് വേറെയാം. അന്യാദൃശം അനിർവാച്യം അത് വിശ്വോത്തരോത്തരം. അതെന്താണ് എന്നുള്ളത് ശരിക്കും പറയാൻ പറ്റില്ല. ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം, ഇൻഫിനിറ്റീവ്, പിന്നെ സ്പീച്ച്ലെസ്. അത് സ്പീച്ച് കൊണ്ട് പറയാൻ പറ്റില്ല. എന്താ? നിൻ തൃപ്പദാംബുജ പ്രേമ മാധുര്യം അത് വേറെയാം. ലഡുവിൻ്റെ മധുരം വേറൊന്ന്, ജിലേബിയുടെ മധുരം വേറൊന്ന്, കേസരിയുടെ മാധുര്യം വേറൊന്ന്, മൈസൂർ പാവിൻ്റെ മാധുര്യം വേറൊന്ന്, അല്ലേ? പക്ഷേ നിൻ തൃപ്പദാംബുജ പ്രേമ മാധുര്യം അത് ദി ഗ്രേറ്റസ്റ്റ്. അതാണ്, അത് ഗ്രേറ്റസ്റ്റാണ്. അത് വേറെയാം. അന്യാദൃശം, അതുപോലെ വേറൊന്ന് വേറെ എവിടെയും കാണില്ല. അനിർവാച്യം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് വിശ്വോത്തരോത്തരം, ലോകത്തിന് ഉത്തരോത്തരം ശ്രേഷ്ഠമായിട്ടുള്ളതാണെന്നാണ്. അപ്പോൾ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്താ സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.